യഥാർത്ഥത്തില് നമ്മുടെ നാടിന്റെ പൈതൃകത്തില് അന്ധവിശ്വാസങ്ങളില്ല. നമ്മുടെ നാടിന്റെ പൈതൃകത്തില് ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതായിട്ടൊന്നുമില്ല. കാലക്രമത്തില് പലരും ചേർത്തതാണ് നമ്മളുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല എങ്കിലും പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് ധരിച്ച് അഥവാ ധരിപ്പിച്ച് നമ്മൾ തെറ്റായ വിശ്വാസങ്ങള്, ദുരാചാരങ്ങള്, വെറും സങ്കല്പങ്ങളിൽ ചിലത് ഇത് വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാം. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നമ്മൾ പഠിക്കുന്നത്, എന്താണോ നമ്മൾ ആചരിക്കുന്നത്, എന്താണോ നമ്മൾ പ്രചരിപ്പിക്കുന്നത്, അത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വേണം അത് ചെയ്യാൻ. എന്റെ മുമ്പിലിരിക്കുന്നവരില് ധാരാളം പേര് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും, പല പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവും, പല മതത്തിൽപ്പെട്ടവരുണ്ടാവും, പല വിശ്വാസത്തിൽപ്പെട്ടവരുണ്ടാവും. അതെല്ലാം അവരുടെ സ്വന്തമായിട്ട് നിൽക്കട്ടെ. ഈ രാഷ്ട്രം അവരുടേതാണ്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും മധ്യപക്ഷത്തിൻ്റെതുമാണ് ഈ രാഷ്ട്രവും ഈ രാഷ്ട്രത്തിന്റെ പൈതൃകവും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഈ നാടിന്റെ പൈതൃകം പഠിക്കരുത് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ നാടിന്റെ പൈതൃകത്തെ പുച്ഛിക്കണമെന്ന് പറയാൻ ലോകത്തിൽ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ചിന്താധാര വെച്ചു പുലർത്തുന്നുവോ അതിൽ തന്നെ തുടരുക. പറ്റുമെങ്കിൽ ഈ പൈതൃകത്തെ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതില് ശരി ഏതെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത് സ്വീകരിക്കാം. ആ ശരിയും ഇന്നത്തെ കാലത്തേക്ക് പ്രയോജനമുള്ളതുമായ അറിവുകള് ഒരിക്കൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ഞാൻ വാക്ക് തരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റമുണ്ടാകും. ആ മാറ്റമുണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തില് നമ്മൾ ജീവിക്കുന്നത്, അഥവാ നമ്മളുടെ ജീവിതം ധന്യമായ ജീവിതം ആവുന്നത്. അനവധി വിഷയങ്ങളുണ്ട് നമ്മളുടെ പൈതൃകത്തില്. കുറച്ചു മുമ്പ് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നൊരു ഭാഗ്യമായിരുന്നു ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കണമെന്ന്. ഏതാണ്ട് 2 മണിക്കൂർ അവിടുത്തെ ക്ലാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് സന്തോഷം തോന്നി. SFIയുടെ യൂണിയനാണ് ഈ ലെക്ചർ അറേഞ്ച് ചെയ്തത്. പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് വളരെ ഗംഭീരമായിട്ട് അവർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇറങ്ങി മുമ്പോട്ട് വന്നപ്പോൾ 7 വിദ്യാർത്ഥികള് തല കുനിച്ച് എന്റെ കാല് തൊട്ടു. ഡോക്ടർ ഗോപാലകൃഷ്ണനെ നമസ്കരിക്കുന്നതും കാല് തൊടുന്നതും 100% അംഗീകരിക്കാറില്ല. എങ്കിലും മെഡിക്കൽ വിഷയം പഠിക്കുന്ന MBBSലെ 4th ഇയറും 3rd ഇയറും സ്റ്റുഡൻസ്, അതും SFI യൂണിയനിൽ പ്രവർത്തിക്കുന്നവര്, അസാധാരണമാം വിധം അൾട്രാ മോഡേൺ നോളജ് കൈകാര്യം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് തലകുനിക്കണമെന്ന് തോന്നി എന്നാണ് എന്റെ മനസ്സിനോട് ചോദിച്ചത്. കാരണം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനകത്ത്, നമ്മളുടെ എല്ലാവരുടെയും രക്തത്തില് ഈ പൈതൃകമുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിമൈൻഡിങ് ദം what is your inheritance, what is your heritage, just to remind them. ആവേശഭരിതരാകാതിരിക്കില്ല, ഉറപ്പാണ്. കൊലിയക്കോട് കൃഷ്ണൻ നായര് പ്രഗത്ഭനായ CPM നേതാവാണ്. അദ്ദേഹം ഒരു ടാക്സി പിടിച്ചു. ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് മാവേലിക്കര വരെ പോകണം തിരുവനന്തപുരത്തുനിന്ന്. ടാക്സി മുമ്പോട്ട് പോയപ്പോ ഡ്രൈവറുടെ കയ്യില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ CD ഉണ്ടായിരുന്നു. അയാൾ ആ CD ഇട്ടു.
കുറെ കേട്ട് കഴിഞ്ഞപ്പോ കൃഷ്ണൻ നായർ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോ ഡ്രൈവർ ചോദിച്ചു, സാറിന് ബോറടിക്കുന്നുണ്ടോന്ന്. ഏയ്, ബോറടിക്കുന്നില്ല, വളരെ രസമുണ്ട്, അത് നിർത്തണ്ട പറഞ്ഞു. മാവേലിക്കര എത്തിയപ്പോ ഡ്രൈവർ ചോദിച്ചു, തിരിച്ചു പോകുമ്പോ വേറെ ഏതെങ്കിലും ഇടാം അല്ലേ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏയ്, ഇതിവിടെ വെച്ച് തന്നെ നിർത്തിയേക്കാം, ഇതിന്റെ തുടർച്ച വേണം തിരിച്ചു പോകുമ്പോ ഇടാൻ. അപ്പൊ ഏത് പാർട്ടി, ഏത് ജാതി, ഏത് മതം, ഏത് വിശ്വാസം, ഇതൊന്നും ഇവിടെ പ്രാധാന്യമുള്ള കാര്യമേ അല്ല, ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. മറിച്ച് എന്റെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഇതാണ് എന്റെ അമ്മ. ഞാൻ ഏത് പാർട്ടിക്കാരനായാൽ എന്താ പ്രശ്നം? ഇതെന്റെ അമ്മയാണ്, അമ്മയാണ് എനിക്ക് ജന്മം നൽകിയത് എന്ന് പറയാൻ ആത്മാഭിമാനമുണ്ടാകണം. പഠിക്കാൻ സാധിക്കുന്നതിലെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ അവസാനത്തെ ശ്വാസം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പഠിക്കാൻ പുസ്തകം തുറന്നു വെച്ച് ഒരുപക്ഷെ ഇതെല്ലാം വായിക്കാനുള്ള പ്രായം കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ പുസ്തകം തുറന്നു വെക്കേണ്ട കാര്യമില്ല. CD-യോ VCD-യോ ഇട്ട് കട്ടൻ ചായയോ നല്ല ചായയോ കുടിച്ചുകൊണ്ട് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോഴോ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുമ്പോഴോ കുളിക്കാൻ പോകുമ്പോഴോ അതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് പറ്റാവുന്നിടത്തോളം സമയം അത് കേൾക്കാനുള്ള അവസരം സ്വയം ഉണ്ടാക്കിയാൽ ഉറപ്പ് തരുന്നു ഗോപാലകൃഷ്ണൻ, ഒറ്റ മാസം കൊണ്ട് ഭാരതീയ പൈതൃകത്തിന്റെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് സാധിക്കണം. അനവധി വിഷയങ്ങളുണ്ട്. അതിലെ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ആയി നൽകാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ നോട്ടീസിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇതിഹാസങ്ങളുടെ നമ്മൾ ജീവിത മൂല്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിഹാസത്തിലെ കഥ പറയാനൊന്നുമല്ല എന്റെ ഉദ്ദേശം. ചെറിയ ചെറിയ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിൽ തട്ടുന്ന വിധത്തില് ഓർമ്മിപ്പിക്കുക. എന്താണ് നമ്മുടെ ഇതിഹാസം, എന്തിനാണ് അത് എഴുതിയത്, എങ്ങനെയാണത് പഠിക്കേണ്ടത്, പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം, 21ാം നൂറ്റാണ്ടില് ഈ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും എഴുതിയ രാമായണവും മഹാഭാരതവും കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പാകത്തിന് നമ്മൾ വളരുക. നമ്മളുടെ മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്ന തരംഗ ദൈർഘ്യത്തില്, വേവ് ലെങ്തില് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാം. ഇത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ. ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിഹാസം. ഇതി ഇപ്രകാരം, ഇഹ ഇവിടെ, ആസീത് ഉണ്ടായിരുന്നു, ഇതി അതുകൊണ്ട് അല്ലെങ്കിൽ അപ്രകാരം, ഇതിഹാസ. ഈ ഇതിഹാസം എന്തിനാ എഴുതിയത്? അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്. ആലപ്പുഴക്കാരായ സ്ഥിതിക്ക് പുന്നപ്രയിലെയും വയലാറും ഒക്കെ ഉള്ളൊരു ജില്ലയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നൽകുക. ഭാരതീയ ഗ്രന്ഥങ്ങളില് ആദ്യത്തെ തട്ടിലിരിക്കുന്ന 4 ഗ്രന്ഥ സമൂഹങ്ങളുണ്ട്. ഏറ്റവും മുകളിലിരിക്കുന്ന 4 ഗ്രന്ഥ സമൂഹങ്ങൾ. ആ 4 എണ്ണത്തിൽ ഒന്നാമത്തേത് വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. രണ്ടാമത്തേത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. ബ്രാഹ്മണരുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ശബരിമല തന്ത്രിക്കുള്ള ബന്ധം പോലും അതിനില്ല. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഗദ്യരൂപത്തില് കർമ്മമാർഗം എഴുതിയിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. മൂന്നാമത്തേത് ആരണ്യക
ഗ്രന്ഥങ്ങൾ, നാലാമത്തേത് ഉപനിഷത്ത്. ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ എന്നും പ്രയോജനപ്പെടും. ഈ നാലെണ്ണത്തിനെ പറയുന്ന പേരാണ് വൈദിക സാഹിത്യം, വൈദിക ഗ്രന്ഥങ്ങൾ. അറിഞ്ഞോ അറിയാതെയോ പലരും ഈ വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ നിന്ന് ആ തെറ്റുണ്ടാകാതിരിക്കട്ടെ. വേദങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ